Good morning. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് എന്ന പേപ്പറിലെ തേർഡ് മൊഡ്യൂളിലെ ടോപ്പിക്കാണ്. ഓൾറെഡി കഴിഞ്ഞ രണ്ട് ലെക്ചേഴ്സിൽ ഞാൻ പറഞ്ഞതുപോലെ തേർഡ് മൊഡ്യൂളിൽ മെയിൻ ആയിട്ട് രണ്ട് ടോപ്പിക്കാണുള്ളത്, സോളിഡ് വേസ്റ്റ് ആൻഡ് ലാൻഡ് പൊല്യൂഷൻ. കഴിഞ്ഞ രണ്ട് വീഡിയോ ലെക്ചേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ് വേസ്റ്റ് ആയിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സോഴ്സസ് ഓഫ് സോളിഡ് വേസ്റ്റ്. So first, sources of solid waste, municipal solid waste. അപ്പോൾ municipal solid waste ന്റെ sources ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഞാൻ ജസ്റ്റ് sources municipal solid waste ന്റെ source ഏതൊക്കെയാണെന്ന് പറയാം. Then typical facilities and activities or locations where waste are generated. ഏതൊക്കെയാണ് സോഴ്സ്, ആ സോഴ്സിലെ ഏതൊക്കെ ലൊക്കേഷനിൽ നിന്നാണ്, ആക്ടിവിറ്റീസിൽ നിന്നുമാണ് വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ആൻഡ് ടൈപ്പ് ഓഫ് സോളിഡ് വേസ്റ്റ്, ആ പർട്ടിക്കുലർ സോഴ്സിൽ നിന്നും ജനറേറ്റ് ആകുന്ന ടൈപ്പ് ഓഫ് സോളിഡ് വേസ്റ്റ് ഏതൊക്കെയാണെന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഇസ് റെസിഡൻഷ്യൽ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് ഏരിയാസിൽ നിന്നും ജനറേറ്റ് ആകുന്ന വേസ്റ്റ്. അപ്പോൾ ഹൗസ് ഹോൾഡ് അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ഏരിയാസ് എന്ന് പറയുമ്പോൾ അത് സിംഗിൾ ഫാമിലി ആവാം, മൾട്ടി ഫാമിലി ഡ്വെല്ലിങ്സ് ആവാം, ലോ മീഡിയം ആൻഡ് ഹൈ റൈസ്ഡ് അപ്പാർട്ട്മെന്റ്സ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെയാണ് വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത്. ദെൻ റെസിഡൻഷ്യൽ ഏരിയാസിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സോളിഡ് വേസ്റ്റ് എന്ന് പറയുന്നത് ഫുഡ് വേസ്റ്റ് അല്ലെങ്കിൽ ഗാർബേജ്, റബ്ബിഷ്, ആഷസ്, സ്പെഷ്യൽ വേസ്റ്റ്. അപ്പോൾ ഇത്തരത്തിലാണ് റെസിഡൻഷ്യൽ ഏരിയാസിൽ നിന്നും വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗാർബേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫുഡ് വേസ്റ്റ് എന്ന് പറയുന്നത് ഡീകമ്പോസ് ആകുന്ന വേസ്റ്റ് ആണ്. റബ്ബിഷ് എന്ന് പറയുന്നത് കമ്പസ്റ്റബിൾ ആൻഡ് നോൺ കമ്പസ്റ്റബിൾ ആയിട്ടുള്ള സോളിഡ് വേസ്റ്റ് ആണ്. അതുപോലെ ആഷസ് എന്ന് പറയുന്നത് കോൾ പോലുള്ള മെറ്റീരിയൽസ് ബേൺ ചെയ്ത് റിമെയിൻ ചെയ്യുന്ന സോളിഡ് വേസ്റ്റ് ആണ്. സ്പെഷ്യൽ വേസ്റ്റ് എന്ന് പറയുന്നത് റോഡ് സൈഡ് ലിറ്റർ, ബേസിൻ ഡെബ്രിസ്, ഇതൊക്കെ സ്പെഷ്യൽ വേസ്റ്റിന്റെ കാറ്റഗറിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ടൈപ്പ് ഓഫ് സോളിഡ് വേസ്റ്റ് ആണ് റെസിഡൻഷ്യൽ ഏരിയാസിൽ നിന്നും ജനറേറ്റ് ആകുന്നത്. ദെൻ നെക്സ്റ്റ് ഇസ് കമേഴ്ഷ്യൽ ഏരിയാസിൽ നിന്നും ജനറേറ്റ് ആകുന്ന വേസ്റ്റ്. കമേഴ്ഷ്യൽ ഏരിയാസ് എന്ന് പറയുമ്പോൾ സ്റ്റോഴ്സ്, റെസ്റ്റോറൻറ്റ്സ്, മാർക്കറ്റ്സ്, ഓഫീസ്, ബിൽഡിംഗ്സ്, ഹോട്ടൽസ്, മോട്ടൽസ്, പ്രിന്റ് ഷോപ്സ്, ഓട്ടോ റിപ്പയർ ഷോപ്സ്, മെഡിക്കൽ ഫെസിലിറ്റീസ്, ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സെട്ര. അപ്പോൾ ഇത്രയും ഏരിയാസ് ആണ് കൊമേഴ്ഷ്യൽ കാറ്റഗറിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ദെൻ കൊമേഴ്ഷ്യൽ സെക്ടറിൽ നിന്നും ജനറേറ്റ് ആകുന്ന ടൈപ്പ് ഓഫ് സോളിഡ് വേസ്റ്റ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫുഡ് വേസ്റ്റ്, റബ്ബിഷ്, ആഷസ്, demolition and construction waste, special waste, hazardous waste, occasionally hazardous waste. അപ്പം കൊമേഴ്ഷ്യൽ സെക്ടറിൽ നിന്നും ജനറേറ്റ് ആകുന്നത് ഗാർബേജ് ഉണ്ട്, റബ്ബിഷ് ഉണ്ട്, ആഷസ് ഉണ്ട്, ഡെമോളിഷൻ ആൻഡ് കൺസ്ട്രക്ഷൻ വേസ്റ്റ് ഉണ്ട്, സ്പെഷ്യൽ വേസ്റ്റ് ഉണ്ട്, ഹസാർഡസ് വേസ്റ്റ് ഉണ്ട്. ഈ ഓരോ ടൈപ്പ് ഓഫ് സോളിഡ് വേസ്റ്റിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോ ലെക്ചേഴ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത് ഓപ്പൺ ഏരിയാസ്. ഈ ഓപ്പൺ ഏരിയാസിൽ വരുന്നത് സ്ട്രീറ്റ്സ് ഉണ്ട്, അലേസ് ഉണ്ട്, പാർക്സ് ഉണ്ട്, വേക്കൻറ്റ് പ്ലോട്ട്സ് ഉണ്ട്, പ്ലേ ഗ്രൗണ്ട്സ് ഉണ്ട്, ബീച്ചസ് ഉണ്ട്, ഹൈവേസ് ഉണ്ട്, റിക്രിയേഷണൽ ഏരിയാസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഓപ്പൺ ഏരിയാസിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ദെൻ ഓപ്പൺ ഏരിയാസിൽ നിന്നും ജനറേറ്റ് ആകുന്ന സോളിഡ് വേസ്റ്റ് എന്ന് പറയുന്നത് സ്പെഷ്യൽ വേസ്റ്റ് ആൻഡ് റബ്ബിഷ്. അപ്പോൾ ഓപ്പൺ ഏരിയാസിൽ നിന്നും ജനറേറ്റ് ആകുന്ന ടൈപ്പ് ഓഫ് സോളിഡ് വേസ്റ്റ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സ്പെഷ്യൽ വേസ്റ്റ് ആൻഡ് റബ്ബിഷ്. ദെൻ നെക്സ്റ്റ് സോഴ്സ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സൈറ്റ്സ്. അപ്പോൾ ട്രീറ്റ്മെന്റ് പ്ലാന്റ് സൈറ്റ്സിന്റെ ഏരിയാസ് എന്ന് പറയുന്നത് വാട്ടർ, വേസ്റ്റ് വാട്ടർ, ഇൻഡസ്ട്രിയൽ ട്രീറ്റ്മെന്റ് പ്രോസസ് എക്സെട്ര. അപ്പോൾ ഇവിടെ നിന്നൊക്കെയാണ് വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ജനറേറ്റഡ് ആകുന്ന ടൈപ്പ് ഓഫ് സോളിഡ് വേസ്റ്റ് എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റ് പ്ലാന്റ് വേസ്റ്റ്, പ്രിൻസിപ്പലി കമ്പോസ്ഡ് ഓഫ് റെസിഡ്യൂവൽ സ്ലഡ്ജസ്. അപ്പോൾ ഇത്തരത്തിൽ സോളിഡ് വേസ്റ്റ് ആണ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സൈറ്റ്സിൽ നിന്നും ജനറേറ്റ് ആകുന്നത്. ഓക്കെ, then next is industrial solid waste. അപ്പോൾ അടുത്ത സോഴ്സ് എന്ന് പറയുന്നത് സോഴ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ സോളിഡ് വേസ്റ്റ് ആണ്. The major generators of industrial solid waste are thermal power plants producing coal ash, iron and steel mills producing blast furnace slag, and non-ferrous industries like aluminum, zinc, copper producing red mud, sugar industries generating press mud, paper and pulp industries producing lime and fertilizers, industries producing gypsums. അപ്പോൾ ഇൻഡസ്ട്രിയൽ സോളിഡ് വേസ്റ്റ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും ഫാക്ടറീസിൽ നിന്നും ഇൻഡസ്ട്രീസിൽ നിന്നുമാണ് ജനറേറ്റ് ആകുന്നത്.
സോ നമുക്ക് സോഴ്സസ് ഓഫ് സം മേജർ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, വേസ്റ്റ് ജനറേറ്റഡ് സ്റ്റീൽ ആൻഡ് ബ്ലാസ്റ്റ് ഫർണസ് ജനറേറ്റ് ചെയ്യുന്നത് അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് കൺവേർഷൻ ഓഫ് പിഗ് അയൺ ഓർ സ്റ്റീൽ. അപ്പോൾ സ്റ്റീൽ ആൻഡ് blast furnace waste are generated from conversion of pig iron to steel. അതുപോലെ brine mud waste are generated from caustic soda industry. ജസ്റ്റ് ഏതൊക്കെയാണ് വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നതെന്നും അതിന്റെ സോഴ്സസ് ഏതൊക്കെയാണെന്നും അറിഞ്ഞിരിക്കുക. ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ജനറേറ്റഡ്. Then next, copper slag origin byproduct from smelting of copper. Then next, fly ash coal based thermal power plants. So fly ash waste generated from coal-based thermal power plants. Similarly, clean dust waste generated from cement plants. Then slime sludge waste generated from sugar, paper, fertilizers, etc. Then red mud or bauxite waste generated from mining. Then limestone waste generated from limestone quarry. So ഇത്രയുമാണ് ഇൻഡസ്ട്രിയൽ വേസ്റ്റും ഇൻഡസ്ട്രിയൽ വേസ്റ്റിന്റെ സോഴ്സസ് അല്ലെങ്കിൽ ഒറിജിൻ. ഓക്കെ, ജസ്റ്റ് 2-3 പോയിന്റ്സ് അറിഞ്ഞിരിക്കുക. അപ്പോൾ മെയിനായിട്ടും ഇൻഡസ്ട്രീസിൽ നിന്നും ഫാക്ടറീസിൽ നിന്നും ജനറേറ്റ് ആകുന്ന വേസ്റ്റിനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ സോളിഡ് വേസ്റ്റ് എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ ഏരിയാസിൽ നിന്നും ജനറേറ്റ് ആകുന്ന വേസ്റ്റും അതിന്റെ സോഴ്സസും ഏതൊക്കെയാണെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സോഴ്സസ് ഓഫ് ഹസാർഡസ് സോളിഡ് വേസ്റ്റ്. ഹസാർഡസ് സോളിഡ് വേസ്റ്റിന്റെ വേരിയസ് സോഴ്സസ് എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്നാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ലാൻഡ് ആൻഡ് അഗ്രോ ഇൻഡസ്ട്രി. അപ്പോൾ അഗ്രികൾച്ചറൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ അഗ്രോ ഇൻഡസ്ട്രിയിൽ നിന്നും ഡെവലപ്പ് ആകുന്ന ഹസാർഡസ് സോളിഡ് വേസ്റ്റിന്റെ എക്സാമ്പിൾസ് ആണ് പെസ്റ്റിസൈഡ്സ്, ഫെർട്ടിലൈസേഴ്സ്, hazardous veterinary product waste, etc. Then next source എന്ന് പറയുന്നത് domestic source ആണ്. Domestic areas ൽ നിന്നും generate ആകുന്ന hazardous solid waste ന് examples ആണ് batteries, dryers, furniture polishes, wood preservatives, paints, rat poisons, mosquito repellents, etc. Then next hazardous solid waste ന്റെ source ആണ് mines and mineral processing sites. അതിന് എക്സാമ്പിൾ ആണ് മിനറൽ ഡസ്റ്റ്, പൗഡറി മെറ്റീരിയൽസ്. ദെൻ നെക്സ്റ്റ് സോഴ്സ് ഓഫ് ഹസാർഡസ് സോളിഡ് വേസ്റ്റ് ഇസ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിൽ നിന്നും ജനറേറ്റ് ആകുന്ന വേസ്റ്റ്. അതിന് എക്സാമ്പിൾസ് ആണ് പാത്തലോജിക്കൽ വേസ്റ്റ്, ഹ്യൂമൻ ബ്ലഡ്, കണ്ടാമിനേറ്റഡ് നീഡിൽസ്, എക്സെട്ര. ദെൻ നെക്സ്റ്റ് ഹസാർഡസ് സോളിഡ് വേസ്റ്റിന്റെ സോഴ്സ് ആണ് കമേഴ്ഷ്യൽ വേസ്റ്റ്. ഇപ്പോൾ കമേഴ്ഷ്യൽ വേസ്റ്റിന് എക്സാമ്പിൾസ് gasoline stations, dry cleaners, automobile repair shops, etc. The next source of hazardous solid waste is institutional waste. Examples: research laboratories, military installations, etc. The next type of solid waste is industrial waste. Example of industrial waste is petroleum fuel industry, phenols, cyanides, sludge from storage tanks, etc. The next type of or next source of hazardous solid waste is solid waste disposal site. Examples: latchet waste. The next source of hazardous solid waste is contaminated sites. Examples: spills. And the last source of hazardous solid waste is building materials such as, say for example, asbestos, copper, roofing and flooring materials, etc. So these are the main sources and examples of hazardous solid waste. Okay. So ഇത്രയും പോയിന്റ്സ് ആണ് സോഴ്സസ് ഓഫ് സോളിഡ് വേസ്റ്റിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.